ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ദിവസമാണ് കേട്ടോ. ഇന്ന് മാത്രമല്ല, എല്ലാ ദിവസവും എനിക്ക് തിരക്ക് തന്നെയാണ് കേട്ടോ. ഇപ്പം എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് അധികം സമയമൊന്നും എനിക്ക് ഫ്രീ ടൈം കിട്ടുന്നില്ല എന്ന്. ഒന്ന് റെസ്റ്റ് എടുത്ത് എണീറ്റ് കഴിയുമ്പോഴത്തേക്ക് തന്നെ വൈകുന്നേരം ആയിട്ടുണ്ടാവും. ജോലിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് പിന്നെ എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു സമയം ഇപ്പം കിട്ടാറേ ഇല്ലാത്തതുപോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. എന്നെ ഹെൽപ്പ് ചെയ്യാൻ മമ്മിയും കുഞ്ഞും ഒക്കെ ഉണ്ട്. കുഞ്ഞിന് സ്കൂളിൽ പോകണ്ടാത്ത ദിവസം എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ആൾ നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യും. സാധാരണ അമ്മമാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. കാരണം എൻ്റെ നെയ്ബറൊക്കെ എന്നോട് സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, കൊച്ചു സ്കൂളിൽ പോയിട്ട് വേണം പരിപാടികളൊക്കെ ചെയ്യാമെന്ന്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മോളാണ് കേട്ടോ എൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. കാരണം അവൾ എന്നെ എല്ലാ കാര്യത്തിലും നല്ല പോലെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. എനിക്കങ്ങനെ വലിയ മെനക്കേടും കാര്യങ്ങളും ഒന്നും ഉണ്ടാക്കി വെക്കാറില്ല. പിന്നെ ആളെ കൊണ്ട് ചെറിയൊരു ചില സമയങ്ങളിൽ എൻ്റെ തിരക്കുള്ള നേരത്ത് എനിക്കൊരു ദേഷ്യം വരിക എന്ന് പറഞ്ഞാൽ കൂടെ സാറ്റ് കളിക്കണം. അപ്പോൾ എപ്പോഴും ഒന്നും എനിക്ക് പറ്റിയെന്ന് വരില്ല. എൻ്റെ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുറച്ച് ടയേർഡായിട്ടിരിക്കുന്ന സമയത്തായിരിക്കും കളിക്കാൻ വിളിക്കുക. അപ്പോൾ എനിക്ക് ഒട്ടും മൂടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ കൊച്ചിനും ദേഷ്യം വരും, എനിക്കും ദേഷ്യം വരും. പിന്നെ എന്നിരുന്നാലും തട്ടി മുട്ടിയൊക്കെ പോയി 1-2 കളിയൊക്കെ കളിക്കും കേട്ടോ. ഞാൻ ഈ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിറയെ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു റോഡാണ് നമ്മളുടെ. അതുകൊണ്ട് തന്നെ എപ്പോഴും വണ്ടി പോയിക്കൊണ്ടിരിക്കും. എപ്പോഴും ഞാൻ ആലോചിക്കും വോയിസ് ഓവർ കൊടുക്കാതെ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന്. പക്ഷേ സാധിക്കാറില്ല കേട്ടോ. ഈ വണ്ടിയുടെ സൗണ്ട് കാരണം ഒന്നും നടക്കാറില്ല. താറാവ് ഭയങ്കര സ്ട്രോങ് ആണ്, കോഴി അത്രയും സ്ട്രോങ് അല്ല. അയ്യോ അപ്പ സ്ട്രോങ് അല്ല തമ്മ. അതല്ലേ രാത്രി അഭ്യാസം ഭയങ്കരമായിട്ടാണ് നടക്കുന്നത്. അപ്പൊ ഞാൻ അതുകൊണ്ട് എന്താണെന്നറിയാമോ, അമ്മ പെൻസിലുണ്ടൊക്കെ കിട്ടുന്നത്. എന്റെ ഉണ്ടോ? എന്റെ ഇപ്പോഴും ഒരെണ്ണേ ആയിട്ടുണ്ട്. വരുന്നോ, വരുവാ. വരുവാ. ഓക്കെ, ഇളക്കാവോ? ഇനി എൻ്റെ ആവശ്യം ഉടനെ വരില്ല. ഞാൻ കുഞ്ഞിനെ കഴിച്ചോളാം. എന്റെയും കൂടെ വളരെ പെട്ടെന്ന് ഞാൻ പരിപാടികൾ തീർക്കാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എൻ്റെ ഒരുപാട് കാര്യങ്ങൾ ചേർത്ത് തീർക്കാനുണ്ട്. അപ്പോൾ ഒരുപാട് നേരം കിച്ചണിൽ നിന്ന് ജോലി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ടയേർഡാവും. പിന്നെ എൻ്റെ കാര്യങ്ങൾ ഒന്നും തന്നെ നടക്കില്ല കേട്ടോ. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ജോലിയും കൊച്ചിൻ്റെ കാര്യങ്ങളും വീട്ടിലെ ക്ലീനിങ് പരിപാടിയും കുക്കിങ്ങും എല്ലാം ചെയ്യണം. അപ്പം ടയേർഡായി കിച്ചണിൽ ഒരുപാട് നേരം നിന്ന് ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കാലുവേദനയും കാര്യങ്ങളും ഒക്കെ തുടങ്ങും കേട്ടോ. അപ്പോൾ എത്രയും ഫാസ്റ്റായിട്ട് ചെയ്ത് തീർക്കാവോ അത്രയും ഫാസ്റ്റായിട്ടാണ് കേട്ടോ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്താണ് ഇത്രയും പൊക്കി ഈ പൊടി ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവി തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ പൊടികളൊക്കെ വേഗം കേടാകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ പണ്ട് തൊട്ടേ കണ്ടുപിടിച്ച ഒരു രീതിയാണ് ഈ പൊക്കി ഇങ്ങനെ പൊടിയിടുന്നത്. അപ്പോൾ ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും വേണമെങ്കിൽ കുറച്ച് പെപ്പർ പൗഡർ കൂടെ ചേർക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ പൊടിയായിട്ട് ഞാൻ ചേർത്തത്. മമ്മേ പണ്ട് തൊട്ടേ എനിക്കിതാ ഈ പൂരിയും പൊട്ടറ്റോ കറിയും അതേപോലെ തന്നെ ചപ്പാത്തിയും ഈ കറിയൊക്കെ കൂട്ടി കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ എൻ്റെ മോളെ സംബന്ധിച്ചിടത്തോളം പൂരി ഒട്ടും അവൾക്ക് ഇഷ്ടമല്ല. പക്ഷേ എനിക്ക് അന്നും ഇന്നും ഏറ്റവും ഇഷ്ടം പൂരിയാണ്. പിന്നെ ഒരുപാട് എണ്ണച്ചിലവുള്ള കേസായതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ പൂരി ഞാൻ ഉണ്ടാക്കാറില്ല. പിന്നെ കുഞ്ഞിനും ഇഷ്ടമല്ലാത്തതുകൊണ്ട് വെറുതെ ഉണ്ടാക്കാറില്ല കേട്ടോ. കൊച്ചിന് ഇഷ്ടമുള്ള എന്തെങ്കിലും ഐറ്റമേ ഉണ്ടാക്കാറുള്ളൂ. ആളധികം ഒന്നും കഴിക്കില്ല. ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാനും മോളും ഒരേപോലെയാണ്. വളരെ മിതമായ ആഹാരം കഴിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടാക്കുകയാണ് കേട്ടോ പതിവ്. അപ്പം അത്രയേ ഉള്ളൂ. നമ്മളുടെ ദാണ്ട പൊട്ടറ്റോ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഞാൻ ദാണ്ട കറി ഒരു ചാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിവിടെ കിടന്ന് ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഓഫാക്കും. നല്ല അടിപൊളി കറിയാണ്. ഇന്ന് ഞാൻ കുറച്ച് ക്യാരറ്റ് കൂടെ ഇട്ടിട്ടുണ്ട്. സാധാരണഗതി ഞാൻ ചിലപ്പോൾ ക്യാരറ്റ് ഇടാറില്ലായിരുന്നു കേട്ടോ. അയ്യോ, ഞാൻ അവരെയൊക്കെ അങ്ങ് മറന്നുപോയി. അമ്മ മരിച്ചിട്ട് എന്താണ് ഈ ജിമ്മി ചേച്ചി നടക്കത്തിന് വരാന്? സാധാരണ ഇവിടെ എനിക്ക് ചപ്പാത്തി വരുത്തി തരുന്നത് മോളായിരുന്നു കേട്ടോ. പക്ഷെങ്കിൽ ഇന്ന് ആൾ നല്ല കളിയിലാണ് കേട്ടോ. എന്തൊക്കെയോ ഉണ്ടാക്കിയിട്ട് എന്നെ കൊണ്ട് കാണിക്കുകയാണ്. നല്ല ടേസ്റ്റുള്ള നല്ല കറി. ഞാൻ എന്തുണ്ടാക്കിയാലും എനിക്കതിന് അന്യായ ടേസ്റ്റാണ് കേട്ടോ. ഒരു രക്ഷയില്ല. മമ്മിയുടെ കറിയാണെങ്കിലും എൻ്റെ കറിയാണെങ്കിലും എനിക്ക് ഒരു കുറ്റവും പറയാനില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഒരു ഭക്ഷണ സാധനത്തിനും പുറത്തുനിന്ന് മേടിക്കുന്നതല്ല, വീട്ടിലുണ്ടാക്കുന്നത് എനിക്ക് ഭയങ്കര അത്യുഗ്രൻ കറി തന്നെയാണ് കേട്ടോ. അതിപ്പോൾ ഒരു സാധനം ഒരു കേക്ക് ഉണ്ടാക്കി ആ കേക്ക് അന്ന് പൊങ്ങി വന്നില്ലെങ്കിൽ പോലും ഞാൻ പറയും സംഗതി ഇച്ചിരി കല്ലിച്ചിരുന്നാലും ടേസ്റ്റിന് ഒരു കുറവില്ലാന്ന് കേട്ടോ. അപ്പം ഞാനും മമ്മി ഈ പഴയ കാലത്തെ കഥകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് കുക്ക് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ വാതോരാതെ സംസാരിക്കും. കൂടുതൽ സംസാരിക്കുന്നത് ഞാനാണ് കേട്ടോ. ചില സമയത്ത് മമ്മി പറയും ഭയങ്കര ഡിസ്റ്റർബൻസാണ്, ഒന്ന് കുറച്ച് നേരത്തേക്ക് മിണ്ടാതിരിക്കുമെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അത്രയ്ക്കും വർത്താനം പറയും. വാതോരാതെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു ആളാണ് കേട്ടോ ഞാൻ. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് നേരെ തിരിച്ചാണ് കേട്ടോ. പുള്ളി ഭയങ്കര സൈലൻ്റാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനാണ് അദ്ദേഹത്തിന് കൂടുതലിഷ്ടം. വളരെ കുറച്ച് മിതമായി സംസാരിക്കുന്ന ആളാണ്. പക്ഷേ ഞാനും എൻ്റെ മോളും ഒപ്പത്തിനൊപ്പം നിൽക്കും കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ പറയും.